കമലഹാസൻ തഗ് ലൈഫിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മൾ എവറസ്റ്റ് കീഴടക്കിയാലും ശരി തന്നെ ரொம்ப நேரம்லாம் அங்கே நின்றுட்டு இருக்க முடியாது, இறங்கிடணும், பின்னாடி ആളുകൾ വന്നിട്ട് ഇருக்கு. സോ ഇറക്കമാണ്. മണിരത്നം കമലഹാസൻ എന്ന് പറയുന്ന മാസ്റ്റേഴ്സ്, ലെജൻഡറി വർക്ക് നമുക്ക് സമ്മാനിച്ചിട്ടുള്ള മാസ്റ്റേഴ്സ്, നായകൻ പോലുള്ള പടങ്ങൾ, അതൊക്കെ ഒരു വൺസ് ഇൻ എ ലൈഫ് ടൈം പടമാണ്. 38 വർഷമായി നായകൻ സിനിമ ഇറങ്ങിയിട്ട്. മണിരത്നം കമലഹാസൻ എന്ന് പറയുന്ന വൻ ജാംബവാന്മാർ, കൂട്ടത്തിൽ വേറെ കുറേ ജാംബവാന്മാർ ലൈക്ക് രവി കെ ചന്ദ്രൻ സിനിമാറ്റോഗ്രാഫർ, ശ്രീകാർ പ്രസാദ് ലെജൻഡറി എഡിറ്റർ, AR റഹ്മാൻ തുടങ്ങി വൻ ജാംബവാന്മാർ വേറെ. പ്രൊഡക്ഷനും എല്ലാവരും തന്നെയാണ്. മദ്രാസ് ടാക്കീസും രാജ് കമൽ ഫിലിംസും പ്രൊഡക്ഷൻ. പിന്നെ സ്ഥിരം പോലെ റെഡ് ജയൻറ്റിൻ്റെ വിതരണം. 200 കോടി 300 കോടിയൊക്കെ മുടക്കിയെടുക്കുന്ന പടമാണ്. പിള്ളേരെടുക്കുന്ന പടങ്ങൾ ഗംഭീരമായിട്ട് പോകുന്നു. ഇപ്പോൾ ലോകേഷ് കനകരാജ് പോലുള്ള ന്യൂ വേവ് തമിഴിലെ ഡയറക്ടേഴ്സ് ചെയ്യുന്ന പടങ്ങൾ, അതൊന്നും അല്ലാതെ ഈ പറഞ്ഞ ലോകേഷൊക്കെ ഇപ്പം സെറ്റായിട്ടുള്ള ഡയറക്ടേഴ്സാണ്. അപ്പോൾ അവരുടെ പോലും പൊട്ടൻഷ്യൽ ഇല്ലാത്ത കിടിലൻ ഡയറക്ടേഴ്സൊക്കെ ശരിക്കും ഭയങ്കര ഗംഭീരമായിട്ടുള്ള മൂവീസ് തമിഴിൽ ഇപ്പോൾ കൊടുത്ത് ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് മണി താത്ത എന്ന ട്രോളന്മാരെ വിളിക്കുന്ന മണിരത്നത്തിൻ്റെ പടം വരുന്നത്. ഭയങ്കര ഡിസപ്പോയിൻറ്റിംഗ് ആണ് ഇങ്ങനെയുള്ള പടങ്ങൾ ഇതുപോലെ ആയിപ്പോകുന്നതിൽ. കമലഹാസൻ മണിരത്നം ചേർന്ന് എഴുതിയ പടമാണ്. ഒരു ആവറേജ് ഒരു ഇതൊന്നും പോലും പറയാനില്ല. ജസ്റ്റ് ഒരു വാച്ച്, ഒരു വൺ ടൈം വാച്ച് എന്ന് പോലും പറയാൻ അതിന് പോലും പറ്റാത്ത രീതിയിലുള്ളൊരു സിനിമയായിപ്പോയി. ഭയങ്കര വലിയ ക്യാമറ ഇല്ലേ, ഭയങ്കര വലിയ എഡിറ്റിംഗ് ഇല്ലേ, ഭയങ്കര വലിയ മ്യൂസിക് ഇല്ലേ. മ്യൂസിക്കൊന്നും ഭയങ്കര വലുതൊന്നുമല്ല, കേൾക്കബിൾ മ്യൂസിക്കാണ്. AR റഹ്മാൻ ചെയ്ത സാധനമാണ്. ഇല്ല കഥയും ഇല്ല, തിരക്കഥയും ഇല്ല. സാധാരണ ഒരു ഗ്യാങ്സ്റ്റർ പടം, ഒരു ഗ്യാങ്സ്റ്റർ മൂവി. എന്തോ ഗ്യാങ്സ്റ്റർ മൂവിക്കകത്ത് യൂഷ്വലി ചെയ്യുന്ന പരിപാടികളൊക്കെ നമുക്കറിയാമല്ലോ. ഈ അധികാരം, പവർ പിടിച്ചടക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന ചതി കാര്യങ്ങൾ. എനിക്കൊന്നും മണിരത്നത്തിന് നമ്മുടെ പൊന്നിയിൻ സെൽവൻ പുസ്തകം വായിച്ചതിന് ശേഷമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ട്രോമ ഉണ്ടെന്ന് തോന്നുന്നു. പൊന്നിയിൻ സെൽവൻ്റെ ശരിക്കും ഒരു അഡാപ്ഷൻ പോലത്തെ ഒരു ഇതാണ് ചക്കച്ചവന്തവാനം. അതിൻ്റെ ഹിറ്റും കാര്യങ്ങളും അത് നന്നായിട്ട് വർക്കായി. അതിനുശേഷം പോയി പുള്ളിക്കാരൻ പൊന്നിയിൻ സെൽവൻ എടുക്കുന്നു. ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട് ഓക്കെ അങ്ങ് പോയി. പൊന്നിയിൻ സെൽവനാണല്ലോ സംഭവം. പക്ഷേ എനിക്ക് മണിരത്നത്തിൻ്റെ ഒരു അവസാനത്തെ പടം നന്നായിട്ട് തോന്നിയത് OK കൺമണിയാണ്. എനിക്ക് അതിനുശേഷം മണിരത്നം ഫ്ലേവറിലുള്ള പടങ്ങളൊന്നും എനിക്ക് കണ്ടില്ല. മണിരത്നം പിന്നീട് ചെയ്ത പടങ്ങളിലൊന്നും മണിരത്നത്തിൻ്റെ ഫ്ലേവർ ഉണ്ടായിരുന്നില്ല. അഭിനയം കമലഹാസൻ, ചിമ്പു, തൃഷ, എന്തൊക്കെയാണ് ഇവർക്കൊക്കെ അഭിനയിക്കാൻ എന്തെങ്കിലും വേണ്ടേ? തിരക്കഥയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഇവർക്ക് അഭിനയിക്കാൻ പറ്റൂ. ഒരു ക്യാരക്ടറിന് പോലും പ്രോപ്പറായിട്ടുള്ള ഒരു റൈറ്റിംഗ് ഇല്ല. ഭയങ്കര ഷാലമായിട്ടുള്ള ക്യാരക്ടേഴ്സ്. അത് പണ്ട് അപ്പൂപ്പന്മാരുടെ കാലത്തുണ്ടായ കഥയും കാര്യങ്ങളും. പെങ്ങൾ കളഞ്ഞു പോകുന്നു, അച്ഛ മകനെ, ആവശ്യമില്ലാത്ത മെലോഡ്രാമയും ഭയങ്കരമായിട്ടുള്ള ഇഴച്ചിലും ഒട്ടും ഗ്രിപ്പിംഗ് അല്ലാത്ത തിരക്കഥ, ഭയങ്കര ഫ്ലാറ്റായിട്ടുള്ള മേക്കിങ്. തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യണം. 37 വർഷത്തിന് ശേഷം മണിരത്നവും കമലഹാസനും കൈകോർക്കുന്ന സിനിമയാണ് എന്നൊക്കെ പറഞ്ഞ് പോയി കാണാം. മേ ബി ഇത് OTT-യിലൊക്കെ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ആൾക്കാർ പറയുമായിരിക്കും, ഈ റിവ്യൂസ് പറയുന്ന അത്രയും പ്രശ്നമൊന്നും ഈ പടത്തിനില്ലല്ലോ, കണ്ടുകൊണ്ടിരിക്കാൻ കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. തിയേറ്ററിൽ ആൾക്കാർ വന്നിരുന്നു നമ്മൾ മറ്റേ മലങ്കൾട്ട് രീതിയിൽ ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. പടം തുടങ്ങി ആദ്യത്തെ ഒരു അരമണിക്കൂർ തന്നെ കയ്യിൽ നിന്ന് പോയി, ഒന്നുമില്ലാന്ന് മനസ്സിലായി. ഈ പറഞ്ഞ കണക്ക് ഒരിക്കലും ചാകാത്ത കമലഹാസനും. ഇതിനകത്ത് ജപ്പാൻ ഭാഷ എന്തിനാ പറയുന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. യക്കൂസ ഓക്കെ, ഗാങ്സ്റ്റർ. ഈ ജപ്പാൻ ഭാഷ തന്നെ ഇതിനിടയ്ക്കിടയ്ക്ക് പറയുന്നപ്പോൾ ഒരു പാട്ടിനകത്തുമൊക്കെ വരുന്നുണ്ട്. ഒരു കണക്ഷനും ഇല്ല, ഒന്നിനും ഒരു കാര്യമില്ല. പറഞ്ഞിട്ടതൊന്നും ബാക്കി എല്ലാത്തിനും ഭയങ്കര ലോജിക്കാണ്. ഞാനൊരു സിനിമയും കാണണ്ടെന്നും പറയില്ല, നിങ്ങളും കണ്ടു നോക്കൂ. അത് തിയേറ്ററിൽ പോയിട്ട് നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്തിരുന്നാൽ മതി. ബൈ.